എന്താണ് ശരിക്കും നമ്മൾ നേരിടുന്ന പ്രശ്നം? നമ്മൾ ഓരോരുത്തരും നേരിടുന്ന പ്രശ്നം എന്താണ്? എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല രീതിയിൽ വിജയിക്കണം. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വേണം. സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കണം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം. ജീവിതത്തിൽ, ബിസിനസ്സിൽ, ജോലിയിലെല്ലാം ഉയർച്ച എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. പക്ഷെ എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ കഴിയുന്നുണ്ട്? ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്? എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? ശരിക്കും നമ്മുടെ ലൈഫിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സ് പോലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഡയറക്ഷനിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ കഴിയുക? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹാബിറ്റിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാൻ കഴിയുക? എപ്പോഴും ആക്റ്റീവായിട്ട്, എപ്പോഴും ഉന്മേഷത്തോടു കൂടി, എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട്, എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ എന്താണ് സീക്രട്ട്? ഇതിന് മറ്റൊന്നും തിരയേണ്ടതില്ല. നമ്മുടെ ലൈഫിൻ്റെ മാനുവലിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക എന്നത് തന്നെയാണ്. നമ്മൾ എല്ലാ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ യൂസർ മാനുവൽ ഉണ്ടാകും. എന്നാൽ ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൻ്റെ മാനുവൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയുക? ഏത് രീതിയിലാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് നമുക്കറിയില്ല. അതിന് നിങ്ങളെ പഠിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം. നമ്മൾ ഓരോരുത്തരും കുട്ടിക്കാലം മുതൽ കേട്ട്, കണ്ട്, അനുഭവിച്ച് വളർന്ന രീതികളിലൂടെ ഹിപ്നോസൈസ് ചെയ്യപ്പെട്ട രീതിയിലാണ് നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. 7 വയസ്സ് വരെയുള്ള കാലയളവിൽ നമ്മൾ കേൾക്കുന്നതും അനുഭവിക്കുന്നതും അറിയുന്നതും എല്ലാം ഹിപ്നോസിസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ശരിതെറ്റുകൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ കേട്ടതും വിശ്വസിച്ചതും എല്ലാം നമ്മുടെ പ്രോഗ്രാമായി രൂപപ്പെട്ടിരിക്കുക. ഇതിനെ റീപ്രോഗ്രാം ചെയ്ത്, നമ്മളുടെ ഹാബിറ്റിലൂടെ നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെട്ടതിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരണമെങ്കിൽ മൈൻഡിന്റെ മാനുവൽ അറിഞ്ഞിരിക്കണം. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാം, ഏത് രീതിയിലാണ് കമാൻഡുകൾ കൊടുക്കേണ്ടത്, എങ്ങനെ പ്രവർത്തിച്ചാലാണ് നമ്മുടെ മൈൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുക. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന അപാരമായ ശക്തിയുള്ള ഒരു ടൂളിനെ എങ്ങനെയാണ് നമുക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുക? അതിന് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പുറം ലോകത്ത് കിടന്ന് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. അതിലൂടെയാണ് നിങ്ങളുടെ മൈൻഡിൻ്റെ യഥാർത്ഥ ശക്തിയെ പുറത്തെടുക്കുന്നത് വഴി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാൻ നിങ്ങളുടെ മൈൻഡിനെ മാസ്റ്റർ ചെയ്യുകയില്ലാതെ മറ്റൊരു ഷോർട്ട് കട്ടുമില്ല. അതിന് സെൽഫ് മാസ്റ്ററി നിങ്ങളെ സഹായിക്കും. സ്വാഗതം സെൽഫ് മാസ്റ്ററിയിലേക്ക്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷെ ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയണ്ടാവില്ല. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടി. പക്ഷെ ഒരുപാട് പ്രാക്ടീസുകൾ സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പ്രാക്ടീസിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലെത്താൻ പറ്റും. കാരണം ഫസ്റ്റ് സെൽഫ് മാസ്റ്ററി ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ഗോൾസ് എന്താണെന്നുള്ളത് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് ആ ഒരു ഗോൾസിലൂടെ ഇപ്പം നീങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഞാൻ ഉയരത്തിലേക്ക് എത്തുന്ന എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോടെല്ലാവരും പറയാനുള്ളത്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴും കുറേ ആളുകൾ ഇവിടേക്ക് വരുന്നത് എന്താ വെച്ചാൽ, സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, വീട്ടിൽ പോവുക, അപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ് 100% വിജയിക്കും, അല്ലെങ്കിൽ എനിക്ക് റാങ്ക് കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രതീക്ഷകളാണ്. പക്ഷേ സാറ് പറഞ്ഞതൊന്നും തന്നെ ആരും ചെയ്യില്ല. പിറ്റേ ദിവസം തൊട്ട് സാറ് പറഞ്ഞ ഗുണം കിട്ടണം, അങ്ങനെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞത് എന്താണെന്ന് ഇന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലറിയാം. നമ്മൾ കുറച്ച് ദിവസം അത് മെൻ്റലി ആലോചിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു തുടങ്ങിയാൽ സാറ് പറഞ്ഞോണം 90 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 50% നമ്മളെത്തും. അതെത്തും എന്നുള്ളതിന് ഒരു തെളിവാണ്. ഞാനിവിടെ വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് പാഴ്ചെടികൾ വളർന്ന ഒരു ഭൂമിയായിരുന്നു. ഇപ്പോൾ അത് മാറി നല്ല വിത്തുകൾ മുളച്ച നല്ല കൃഷിഭൂമിയാക്കാൻ പറ്റി, നല്ല ക്ലാരിറ്റി കിട്ടി, പോസിറ്റീവ് എനർജി. സാറ് അവിടെ നിന്ന് നടന്നു വരുമ്പോൾ എന്ത് സൈലൻ്റാ! ഇങ്ങനെ ഒരാളിൽ നിന്ന് എന്താ ഈ ഹാളിൻ്റെ ഉള്ളിൽ സിംഹഗർജനം എന്ന് പറയില്ലേ, അത്രയും പവർ, എനർജി. പിന്നെ സാറിൻ്റെ വാക്കുകൾ ഹാർട്ടിലേക്കാണ് ടച്ച് ചെയ്യണത്.
ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അനുഭവം എൻ്റെ ഫാമിലീനെ ഹാപ്പി ആക്കാനും എൻ്റെ ബിസിനസ്സിനെ ഹൈ ലെവലിലേക്ക് ആക്കാനും ഞാൻ യൂസ് ചെയ്യും.